Good morning. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? Good morning, ma'am. വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ദിവസം മിസ് എടുത്ത ഭാഗങ്ങള്? ma'am. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആണ്. സോളി മാം എവിടെ വരെയാ എടുത്ത് നിർത്തിയിരിക്കുന്നേ? ഗോൾ സ്പെസിഫിസിറ്റി ആണെന്ന് തോന്നുന്നു മാം. ലാസ്റ്റ് ടാപ്പിൽ ഞാൻ കുറച്ച് ഇറങ്ങിപ്പോയായിരുന്നു, അറിയില്ല. ഓക്കെ, ഗോൾ ഡിഫിക്കൽറ്റിയും ചലഞ്ച് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? ഗോൾ സെറ്റിംഗ് പ്രാക്ടീസിന് മുൻപ് വരെ എടുത്തുന്നാണ് മിസ്സിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഗോൾ അക്സെപ്റ്റൻസ് പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അവിടെ വരെ എടുത്തു. അങ്ങനെയാണോ? ഗോൾ സെറ്റിംഗ് മുതല് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയാണോ ഇതാ? ഗോൾ സെറ്റിംഗ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഗോൾ അക്സെപ്റ്റൻസ് എടുത്തായിരുന്നോ? എടുത്തു. ഓക്കെ, പ്രാക്ടീസ് കഴിഞ്ഞു. ഗോൾ സെറ്റിംഗ് ഇൻ പ്രാക്ടീസ് കഴിഞ്ഞോ? പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നിങ്ങള് ചിലപ്പോ എല്ലാവരും ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത നമ്മൾ എല്ലാ ടീച്ചേഴ്സും മാറി മാറി എടുക്കുന്നത് അല്ലെ? ഇപ്പൊ ഒരു 2-3 ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട് മാറി മാറി. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവര്, ചിലപ്പോൾ ഓൺലൈനായിട്ട് കയറാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയേക്കാം. കാരണം ആദ്യ ഭാഗം ആരാണ് എടുത്തത്, നെക്സ്റ്റ് ക്ലാസ്, അങ്ങനെയുള്ള ക്ലാസ്സുകൾ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ കോമൺ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടൊന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ കേട്ടോ? ഇപ്പൊ ഓരോ ക്ലാസ്സുകളും ഇന്ന ഭാഗം തുടങ്ങി ഇന്ന ഭാഗം ഇന്ന ടീച്ചേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് എന്നൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്കും അതൊരു ഉപകാരപ്രദമാകും, അറ്റൻഡ് ചെയ്യാൻ ഓൺലൈനായിട്ട് വരാത്ത ആളുകൾ കേട്ടോ. അപ്പൊ അതൊന്നും ചെയ്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വരുമ്പോ കൺഫ്യൂഷൻ ആവാം. ചിലപ്പോൾ ചില ക്ലാസ്സുകൾ മിസ്സായി പോകാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കി, പിന്നെ നമുക്ക് ഇന്നത്തെ മാക്സിമം നമുക്ക് എടുക്കുന്ന അത്രയും തീർക്കാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ് 2ാം ഭാഗമായിരിക്കും. ഓൾറെഡി മാമിന് തീർക്കാറുണ്ടല്ലോ, മാമിന് പോർഷൻസ് ഓൾറെഡി കഴിയാനില്ലേ? ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് തീരാനുണ്ട് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇന്ന് എടുക്കുന്നതിന്റെ ബാക്കി, മിസ് എടുക്കുന്നതിന്റെ ബാക്കി ചിലപ്പോൾ കുറച്ച് പോർഷൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വാക്ക് വരികയാണെങ്കിൽ മിക്കവാറും മേ ബി നിങ്ങൾക്ക് നാളെ ഒരു മണിക്കൂറിന്റെയോ 1.5 മണിക്കൂറിന്റെയോ ഒരു ക്ലാസ് ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് പോലെ വെച്ചേക്കാം കേട്ടോ. അപ്പൊ അന്നത്തെ അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഗോൾ അക്സെപ്റ്റൻസ് എന്താണെന്ന് അറിയാമല്ലോ. പറയണോ ഇനി ഗോൾ അക്സെപ്റ്റൻസ് എന്താന്നുള്ളത്? ഗോൾ സെറ്റിംഗ് മുതൽ പറഞ്ഞാൽ മതിയോ? ഓക്കെ, ഗോൾ സെറ്റിംഗ് മുതൽ പറഞ്ഞാൽ മതി അല്ലെ? ഓക്കെ, ഗോൾ സെറ്റിംഗ് ഇൻ പ്രാക്ടീസ്. അപ്പൊ ഗോൾ സെറ്റിംഗ് എങ്ങനെ നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാം അല്ലെ? ഗോൾ സെറ്റിംഗ് തിയറി ഒക്കെ പഠിച്ചിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ ഗോൾ സെറ്റിംഗ് തിയറി പഠിച്ചിരുന്നു. എന്താണ്? അപ്പൊ അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാണ് ശരിക്കും ആ തിയറി അല്ലെ? അപ്പൊ അതെങ്ങനെ, എന്താണ് ആ ഒരു ഗോൾ സെറ്റിംഗ് തിയറി പറയുന്നത്? എന്താണ് ഗോൾ സെറ്റിംഗ് തിയറിയിൽ പറഞ്ഞത്? ഗോൾ സെറ്റിംഗ് തിയറി എന്താ ശരിക്കും പറയുന്നത്?
അത് മനസ്സിലായാലാണല്ലോ നമുക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഗോൾ സെറ്റിംഗ് തിയറിയിൽ എന്താ പറയുന്നേ? അവിടെ ആരാണ് അവിടെ പ്രധാനമായിട്ടും ആരാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? ആരാണ്? മാനേജേഴ്സ് അല്ലെ. മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥർക്ക് ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് അവര് സെറ്റ് ചെയ്ത്, അതായത് ശരിക്കും അവരുടെ എന്താണ് ഗോൾ സെറ്റ് ചെയ്ത് ശരിക്കും ആ ഒരു മാനേജർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഇവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെ ആ സബോർഡിനേറ്റ്സിനെ സഹായിക്കാണ് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്താൽ സഹായിക്കുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തി, അതായത് ആ സബോർഡിനേറ്റിന്റെ കൂടി മാനേജറും കൂടിയാണ് ഉൾപ്പെടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ മാനേജറും കൂടി സഹായിച്ചുകൊണ്ട് ഈ പറയുന്ന ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ റെഗുലർ ബേസിസിൽ നമ്മൾ അങ്ങനെയുള്ള ഗോളുകൾ ഓരോന്നും അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നത് അതെപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുകളായിരിക്കണം, വെരി സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുകളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആര് അക്സെപ്റ്റ് ചെയ്യണം? ഈ ഗോളൊക്കെ ആര് അക്സെപ്റ്റ് ചെയ്യണം? ഈ സെറ്റ് ചെയ്ത ഗോളുകള് ആര് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്? എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസ് അത് സ്വീകരിക്കുക, അത് അവരുടെ സ്വന്തമായിട്ടുള്ള, അവരുടെ തന്നെ ചെയ്ത് തീർക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം അല്ലെ. ഇത് ഗോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവർ എന്താ മനസ്സിലാക്കേണ്ടത്? അത് സ്വീകരിക്കുകയും ഇത് ഞാൻ തന്നെ ചെയ്ത് പൂർത്തിയാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. അതാണ് ശരിക്കും ഗോൾ സെറ്റിംഗ് തിയറിയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആ ഒരു ഗോൾ സെറ്റിംഗ് തിയറി പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് പ്രയോഗത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കി, ദ മോസ്റ്റ് ക്ലിയർ ഇംപ്ലിക്കേഷൻ ഓഫ് goal setting theory is that managers should be helping subordinates to set goals that are specific and reasonably difficult, and that subordinates accept and internalize as their own. എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറിയിലൂടെ എന്തിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ് തരുന്നത്, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു രൂപമാണ് തരുന്നത്. is that managers എന്ത് ചെയ്യുന്നു? should be helping. എന്തിനു സഹായിക്കും മാനേജേഴ്സ്? അവരുടെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക്, എന്താണ്, കീഴ് ജീവനക്കാർക്ക് ടു സെറ്റ് ഗോൾസ്, ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് മാനേജേഴ്സ് ആണ് സഹായിക്കുന്നത്. ഓരോ തിയറിയിലും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഓരോ തിയറിയും എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ബാക്കി എല്ലാം കിട്ടും. അപ്പൊ എന്താണ് മെയിൻ ആയിട്ട് അതിനുള്ളിൽ പറയുന്നത്? ഓരോ തിയറിയും വ്യത്യസ്തമാണ്. അപ്പൊ ആ തിയറിയുടെ ഉള്ളിൽ വരുന്ന മെയിൻ കണ്ടന്റുകൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് മാറിപ്പോവില്ല കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു തിയറീസിൽ വ്യത്യാസം വരാം. ചില ഓപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം കേട്ടോ. നോക്കി, ഗോൾ സെറ്റിംഗ് തിയറിയിൽ പറയുന്നത് എന്താ? മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിനെ സഹായിക്കണം. എന്തിനു സഹായിക്കണം? ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണം അല്ലെ. അതായത് സ്പെസിഫിക്, ആ ഗോളുകൾ എങ്ങനെയായിരിക്കണം? വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം. റീസണബിളി ഡിഫിക്കൽട്ട്, കുറച്ച് നമുക്ക് ഒരു ന്യായമായ രീതിയിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതായിരിക്കണം. വളരെ വെരി സ്പെസിഫിക് ആയിട്ടുള്ള ഗോളുകളായിരിക്കണം. ആൻഡ് ദാറ്റ് സബോർഡിനേറ്റ്സ് അക്സെപ്റ്റ്, സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യണം? ഈ ഗോളുകൾ സെറ്റ് ചെയ്യണം, സ്വീകരിക്കണം അല്ലെ. ആ ഇന്റേണലൈസ് ആസ് ദെയർ ഓൺ, അവരുടെ സ്വന്തമായിട്ട് അതെന്ത് ചെയ്യണം? അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, അവർ സ്വയമേ ചെയ്ത് തീർക്കേണ്ടവയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം അല്ലെ. അതാണ് ശരിക്കും ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറിയിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു തിയറി നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ അല്ലെങ്കിൽ നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പാർട്ട് ഫ്രം ദീസ് there are a number of issues that arise in implementing goal setting in practice. ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറി നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് കുറച്ച് ഉയർന്നു വരുന്ന കുറച്ച് നിരവധി ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ താഴെ പറയുന്ന ഓരോ കാര്യങ്ങളിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു ഗോള് സെറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കി, the specificity of goal is essential and measurability is desirable. അപ്പൊ നമുക്കറിയാം ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് സ്പെസിഫിക് ആയിരിക്കണം. എല്ലാ ഗോളും ഒരുപോലെ ആയിരിക്കണോ? അല്ല, പല പല ലക്ഷ്യങ്ങളായിരിക്കണം അല്ലെ. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, അത് അനിവാര്യമാണ്. ആൻഡ് മെഷറബിലിറ്റി ഈസ് ഡിസൈറബിൾ. ഈ ഗോള് അതിന്റെ പ്രോഗ്രസ്, അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നുണ്ടോ, അതിന്റെ പ്രോഗ്രസ് എത്രത്തോളമാണോ എന്ന് നമുക്ക് അളക്കാൻ സാധിക്കണം അല്ലെ. ഇപ്പൊ മാനേജർ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സബോർഡിനേറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ പ്രോഗ്രസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം?
മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോൾ ആയിരിക്കണം അല്ലെ. അതിന്റെ പ്രോഗ്രസ് എവിടെ വരെയായി, സ്റ്റാർട്ടിങ് മുതൽ എവിടെ വരെയാണ് ഇപ്പൊ ഒരു ഗോൾ എവിടെ വരെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, അതിന്റെ പ്രോഗ്രസ് എത്രത്തോളമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഗോളുമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ഇൻ ഐഡന്റിഫൈങ് മീനിങ്ഫുൾ ആൻഡ് വാലിഡ് ഒബ്ജക്റ്റീവ് മെഷേഴ്സ് ഓഫ് ഗോൾ അറ്റൈൻമെന്റ്. ഗോൾ അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ ഗോൾ നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് മീനിങ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഒബ്ജക്റ്റീവ് മെഷേഴ്സിനെയോ കാര്യങ്ങളെയോ ഒന്നും ഈ ഒരു സ്പെസിഫിക് ഗോൾ സെറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. അപ്പൊ മറ്റൊന്നിനെയും ബാധിക്കാത്ത രീതിയിൽ, അതായത് നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ഒബ്ജക്റ്റീവ്സിനെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ പുതിയതായിട്ടുള്ള സ്പെസിഫിക് ഗോളുകളായിരിക്കണം നമ്മൾ ഓരോ പ്രാവശ്യവും സെറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അളന്നെടുക്കാൻ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇതിന്റെ പ്രോഗ്രസ് ആയി, നമുക്കത് നേടിയെടുക്കാൻ നമ്മൾ അറ്റത്തെത്തിയോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിൽ എത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോൾ കൂടിയായിരിക്കണം സെറ്റ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ദ മാനേജർ ക്യാൻ സ്റ്റിമുലേറ്റ് ഗോൾ അക്സെപ്റ്റൻസ് അറ്റ്ലീസ്റ്റ് 3 ways. ഒരു മാനേജറിന് ഈ ഒരു ഗോൾ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എന്താണ് സബോർഡിനേറ്റ് ഈ ഗോൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ, സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കാൻ ഒരു മാനേജർ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അവരുടെ സബോർഡിനേറ്റ് അത് എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം അല്ലെ, എന്നാലല്ലേ അവര് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അവരെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ഏതെങ്കിലും 3 വഴികളിലൂടെ ഈ മാനേജറിന് ആ ഒരു ഗോൾ അക്സെപ്റ്റൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാം. ഏതൊക്കെ വഴികളിലൂടെയാണെന്നാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് ബൈ ഇൻവോൾവിംഗ് സബോർഡിനേറ്റ്സ് ഇൻ ദ ഗോൾ സെറ്റിംഗ് പ്രോസസ്. ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ സബോർഡിനേറ്റിയും കൂടി ഉൾപ്പെടുത്തുക അല്ലെ. മാനേജർ ഒറ്റയ്ക്ക് ഒരു ഗോളുകൾ സെറ്റ് ചെയ്ത് അങ്ങ് കൊടുക്കാതെ സബോർഡിനേറ്റിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതും അല്ലാതെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട് അല്ലെ. അതെ, അവരുടെ ഇൻട്രസ്റ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിയാണ്. അപ്പൊ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കൂടി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ചെയ്യാനായിട്ട് താല്പര്യം തോന്നില്ലേ, ആ ഒരു ഗോൾ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നില്ലേ, ഇല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. അതേസമയം മാനേജർ അവരുടേതായ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അത് സ്വീകരിക്കാനും ചെയ്യാനും ചിലപ്പോ സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യാം, മടി തോന്നാം അല്ലെ. അപ്പൊ ആ ഒരു അക്സെപ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സബോർഡിനേറ്റിനെയും കൂടി ആ ഒരു ഗോൾ സെറ്റിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുത്താം. അതൊന്നാമത്തേത്. രണ്ടാമത്തത് ബൈ ഡെമോൺസ്ട്രേറ്റിംഗ് എ സപ്പോർട്ടിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ടുവേർഡ്സ് ഹിസ് ഓർ ഹെർ സബോർഡിനേറ്റ്സ്. അവരുടെ സബോർഡിനേറ്റ് ഒക്കെ മാനേജേഴ്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്, മാനേജർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ മാനേജർ എന്ത് ചെയ്യുന്നു, അവരുടെ സബോർഡിനേറ്റ്സിനോട് എങ്ങനെയുള്ള ഒരു അപ്രോച്ചും എങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡോ വേണ്ടെന്നാ പറയുന്നത്. എങ്ങനെയുള്ളതാ പറയുന്നത്, എങ്ങനെയുള്ളതാണ്? നല്ല സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെ, നല്ല പിന്തുണ കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പിന്തുണ നൽകുന്ന ഒരു മനോഭാവം അവർക്ക് അല്ലെങ്കിൽ സമീപനമായിരിക്കണം ഈ ഒരു അവരുടെ സബോർഡിനേറ്റിനോട് ആര് കാണിക്കേണ്ടത്, ഒരു മാനേജർ കാണിക്കേണ്ടത്. ഇപ്പൊ ഒരു മാനേജർ നമുക്കൊരു ഗോള് തരുന്നു, അതെ, അവരൊപ്പം നിൽക്കണം. അപ്പൊ ഒരു മാനേജർ ഒരു ഗോള് തരാണ്, ഇന്ന ലക്ഷ്യം നിങ്ങൾ നേടണം എന്ന് പറഞ്ഞ് ഒരു സെറ്റ് ചെയ്ത് തരുമ്പോ ആ സെറ്റ് ചെയ്ത്, കാരണം നമുക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവാം അല്ലെ, നമുക്ക് എങ്ങനെ ഇത് ചെയ്യണം എന്നൊക്കെ അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ മാനേജർ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ സപ്പോർട്ട് തരുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു മാനേജർ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഗോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു പേടിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കാരണം നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും എന്തിനും നമുക്ക് സഹായകമായിട്ട് ആ ഒരു മാനേജർ നിൽക്കുകയാണ് അവിടെ അല്ലെ. അപ്പൊ ആ ഒരു സബോർഡിനേറ്റിന് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാനുള്ള താല്പര്യം ഉണ്ടാവും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ മാനേജർ എന്ത് ചെയ്യണം, അവരുടെ സബോർഡിനേറ്റിനെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മനോഭാവവും സമീപനവുമാണ് കൊടുക്കേണ്ടത്. അതിലൂടെ നമുക്ക് ആ ഒരു ഗോൾ അക്സെപ്റ്റൻസ് കൂട്ടാൻ പറ്റും. മൂന്നാമത്തത് ബൈ ട്രൈയിങ് വേരിയസ് റിവാർഡ്സ് ടു ദ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. ഇവര് ലക്ഷ്യം നേടിയെടുത്താൽ അവർക്ക് എന്ത് കൊടുക്കാം,
റിവാർഡുകൾ അല്ലെ, പലതരത്തിലുള്ള പാരിതോഷികങ്ങൾ കൊടുക്കാം. അങ്ങനെ പാരിതോഷികങ്ങൾ കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ ഒത്തിരി പേര് ഇത് അക്സെപ്റ്റ് ചെയ്യും അല്ലെ. ആ ഒരു ടാസ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നൊരു റിവാർഡ് നിങ്ങൾ തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഇത് അക്സെപ്റ്റ് ചെയ്യില്ലേ. ഇപ്പൊ ഈ 3 വഴികളിലൂടെ ഈ ഒരു ഗോൾ അക്സെപ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാനേജറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാൻ പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കി അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. അതിന്റെ എക്സ്പാൻഡ് ഫോം is a managerial technique for improving motivation and performance using goal setting principles. ഒന്ന് അനലൈൻ ചെയ്ത് വെച്ചോട്ടോ ആ ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു മാനേജറിന് ഒരു ഗോൾ അക്സെപ്റ്റൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 വഴികൾ അല്ലെങ്കിൽ വഴികൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം കേട്ടോ. അത് രണ്ടും ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ MBO എന്ന് പറയുന്നത് ഇസ് എ മാനേജീരിയൽ ടെക്നിക് ഫോർ ഇംപ്രൂവിംഗ് മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ് യൂസിംഗ് ഗോൾ സെറ്റിംഗ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്ത പോലെ തന്നെ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോൾ സെറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ഗോൾ സെറ്റിംഗ് തിയറി എന്താ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയല്ലേ, ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത്. ആ ഒരു ഗോൾ സെറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ എന്താണ് അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് മോട്ടിവേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പെർഫോമൻസ് അവിടെ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് നമ്മൾ കൊടുത്ത്, അതായത് ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ആ മാനേജർ കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നത് വഴി എന്ത് കിട്ടും, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആവും അല്ലെ, മികച്ച രീതിയിൽ അവര് പെർഫോം ചെയ്യും. ആ ഒരു മാനേജ്മെന്റ് ടെക്നിക്കിനെയാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഗോൾ സെറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഗോൾ സെറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നു. അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസിലും മെച്ചപ്പെടുത്തൽ നടത്തുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു തിയറിയാണ്, കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി. ഈ തിയറി ജസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം, എന്നാലും അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. നോക്കി, കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് പറഞ്ഞാൽ a researcher Charles in 1960s has reported that extrinsic motivation like pay or rewards for a job which has an intrinsic motivation content prior to such rewards tend to decrease overall level of motivation. എന്താ ഇവിടെ പറയുന്നത്, ഇതിൽ മനസ്സിലായോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള പ്രചോദനങ്ങൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാ വരാ? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഇതെവിടെയെങ്കിലും നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടോ? എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഇൻട്രിൻസിക് മോട്ടിവേഷനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അറിയാലോ, പിന്നീട് പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? ബാഹ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്താണ് വരിക?
നമുക്ക് പുറമേ നിന്ന് കിട്ടുന്ന എന്തും നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം അല്ലെ. പേ ആവാം, ഇപ്പൊ റിവാർഡുകളാവാം, അവാർഡുകളാവാം അല്ലെ. അതെ, എന്ത് ബെനിഫിറ്റ്സ് ഇൻസെന്റീവ് ആവാം, അങ്ങനെ എന്ത് ബെനിഫിറ്റ്സിനെയും നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താ? അത് നമുക്ക് ഒരാൾ പുറമേ നിന്ന് നമുക്ക് കിട്ടോ? ഇൻട്രിൻസിക് മോട്ടിവേഷൻ കിട്ടോ? ഇല്ല ഇല്ല അല്ലെ. ആ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആണ് അല്ലെ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. അതെ, ഇപ്പൊ ഉള്ളിൽ നിന്ന് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പോലെ അത് നമ്മുടെ താല്പര്യം, ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യം ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളോട് പറയാണ് എന്തെങ്കിലും ഇപ്പൊ ഒരു പഠിക്കാനായിട്ട് ഒരു കുട്ടിയെ പഠിക്കാൻ കൊണ്ടുവച്ചു, ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലല്ലേ അവർ ആ ഒരു ടാസ്ക് ചെയ്യുള്ളൂ അല്ലെ. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. അത് എത്ര നമുക്ക് റിവാർഡ് തരാം, എത്ര രൂപ തരാം എന്ന് പറഞ്ഞാലും ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രമല്ലേ അതിനവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എനിക്ക് പഠിക്കണം എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആണ് ശരിക്കും ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മുടെ എൻജോയ്മെന്റുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ അല്ലെ, നമ്മുടെ താല്പര്യങ്ങൾക്കും ഇൻട്രസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് ഈ പറയുന്ന ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ഈ ഇന്റേണൽ ഡ്രൈവ് ഉണ്ടാവുന്നത്. ഈ ഒരു തിയറിയിൽ പറയുന്നത് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി എന്ന് വെച്ചാൽ അതായത് നമുക്കൊരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കിട്ടുന്നു. അങ്ങനെ ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഇപ്പൊ ഒരു പേ ആക്കാം, അല്ലെങ്കിൽ ഒരു ശമ്പളം, ഒരു ജോബുമായി ബന്ധപ്പെട്ട ശമ്പളമോ മറ്റെന്തെങ്കിലും പ്രതിഫലങ്ങളോ കിട്ടുമ്പോൾ അവർക്ക് ഓൾറെഡി അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതാണ് അപ്പൊ മൊത്തത്തില് അവിടെയുള്ള ഒരു മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ള മോട്ടിവേഷന്റെ എന്ത് വരുന്നു? ഡിക്രീസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറവുണ്ടാവും. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഒരു കുട്ടിക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നന്നായി എഴുതാൻ താല്പര്യമുണ്ടെന്ന് വെച്ചു, അതാണ് എളുപ്പം. ഒരാൾക്ക് ഒരുപാട് എഴുതാൻ ഇഷ്ടമാണ്, അത് അവർക്ക് താല്പര്യമല്ലേ അല്ലെ. അത് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവിന്റെ പുറത്ത് അവർ ചെയ്യുന്ന കാര്യമാണ്. അതെ, നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തീരെ മനസ്സിലാവില്ല, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് എഴുതാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് അവരുടെ താല്പര്യത്തിന്റെ പുറത്ത് വന്നിരിക്കുന്ന ആ ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ. അത് ആരും പറഞ്ഞു ചെയ്യിക്കുന്നതല്ല. അതേസമയം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അത് അവരുടെ എന്താണ്, അവർ എൻജോയ് ചെയ്താണ് അവർ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയോട് പെട്ടെന്ന് നമ്മൾ പറയാണ്, നീ ഇത്ര പേജ് ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർത്താൽ നിനക്കൊരു അവാർഡ് അല്ലെങ്കിൽ നിനക്കൊരു എന്താണ് ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാം എന്ന് പറയുമ്പോ അവിടെ ഒരു പ്രഷർ ചെലുത്താണ് ആ കുട്ടിയെ അല്ലെ. അവർക്ക് അപ്പൊ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ആ ഒരു കാര്യം അത്രയും നേരം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെ പറയാണ്, നീ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പേജ് എഴുതുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനൊരു കാര്യം തരാം. ചിലപ്പോ അവർക്ക് എന്തെങ്കിലും റിവാർഡോ കാര്യങ്ങളോ ആയിരിക്കാം കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ ഇത്ര തുക തരാം, അല്ലെങ്കിൽ ഇത്ര പൈസ തരാം എന്ന് പറയുമ്പോ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് പോയോ? അവർ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു എൻജോയ്മെന്റ് പോയിട്ട് അവിടെ ഒരു പ്രഷറാണ് വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രഷർ, അതെ, താല്പര്യം ഉണ്ടാവാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു പ്രഷറിൽ നമ്മൾ ആ ഒരു സമയത്ത് ചെയ്ത് തീർത്ത് കൊടുക്കണം എന്നൊരു പ്രഷർ വരുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ള ആ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ത് ചെയ്യും? കുറയും ഇല്ലേ. അവരുടെ ആ ഉള്ളിലുള്ള ഇൻട്രിൻസിക് മോട്ടിവേഷൻ കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറയുന്ന ഒരവസ്ഥ. അപ്പൊ മൊത്തത്തിൽ ആ ഒരു മോട്ടിവേഷൻ, രണ്ട് മോട്ടിവേഷനും അവരുടെ ഉള്ളിലിരിക്കുന്നത്. ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, അതിന്റെ പുറത്ത് അവർ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതേസമയം അവിടെ ഒരു എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ബാഹ്യമായിട്ടുള്ള ഒരു പ്രചോദനം വന്നപ്പോ അവരുടെ ആ ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഡ്രൈവ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ മൊത്തത്തിലുള്ള ആ മോട്ടിവേഷൻ എന്തായി? കുറവല്ലേ ആയത്. അപ്പൊ അവർക്ക് നന്നായിട്ട് ആ ഒരു ജോലി നല്ല രീതിയിൽ ആദ്യം ചെയ്ത പോലെ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ആ ഒരു പുറമേ നിന്ന് എത്ര മോട്ടിവേഷൻ തന്നാലും അവരുടെ ആ ഒരു താല്പര്യ പ്രകാരം ആ ഒരു ജോലി ചിലപ്പോ മുൻപ് ചെയ്ത പ്രകാരം അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വന്തമായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഡ്രൈവാണ്. ആ ഒരു ഡ്രൈവിനെ ചിലപ്പോ ചില സമയങ്ങളിൽ ഈ പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കൊടുക്കുമ്പോൾ അതവിടെ കുറഞ്ഞു പോകും.
മനസ്സിലായോ? ആ ഒരു തിയറിയാണ് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി. നിങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മിസ് ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ആ ഒരു കോഗ്നിറ്റീവ് തിയറി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ഒരു കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറിയിൽ ഈ പറയുന്ന കാര്യം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു തിയറി എന്താണെന്ന് ചോദിച്ചാലും ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ട്, എക്സ്റ്റെൻസിക് ഉണ്ട്. അപ്പൊ അത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ കുറവ് വരുന്നു. മൊത്തത്തിൽ ആ ഒരു മോട്ടിവേഷൻ കുറവാ വരുന്നത് അല്ലെ, മൊത്തത്തിൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് മോട്ടിവേഷനും ഉണ്ടെങ്കിൽ പോലും ആ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ ലെവലില് കുറവ് സംഭവിക്കും. നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറിയിൽ പറയുന്നത്. അത് 1960 ഒരു റിസർച്ച് ഗവേഷകനായിട്ടുള്ള ചാമാണ് അതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. This proposal is called cognitive evaluation theory, which has been supported by a large number of research studies and conducted subsequently. ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് ഇതിനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒത്തിരി നിരവധി ഗവേഷണ പദ്ധതികൾ ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ ഒരു കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി ഇത്ര മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അത് ക്ലിയർ ആണോ? ഇനി പറയണോ മിസ്? ഇത് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അടുത്തതായിട്ട് വരുന്നത് ജാപ്പനീസ് അപ്രോച്ച് ടു മോട്ടിവേഷൻ. മോട്ടിവേഷനോടുള്ള ജാപ്പനീസ് അപ്രോച്ചാണ്. ഇത് ഇതുപോലെ ഒരുപാട് തിയറീസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ചോ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നു കേട്ടോ. ജാപ്പനീസ് അപ്രോച്ച് ടു മോട്ടിവേഷനിൽ പറയുന്നത് the Japanese method of motivation has gained increasing popularity around the world wide over the last few years. അതായത് ജാപ്പനീസ് മെത്തേഡ് ഓഫ് മോട്ടിവേഷൻ ഇത് പുതിയതായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് തിയറി അല്ല, ഇതൊരു പുതിയ മെത്തേഡാണ്, ഒരു രീതിയാണ്. Has gained increasing popularity around the world wide over the last few years. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലോകമെമ്പാടും ഈ ജാപ്പനീസ് മെത്തേഡ് ഓഫ് മോട്ടിവേഷന് പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. This approach is not really a theory or model, but instead a philosophy of management. ഇതൊരു തിയറിയോ അല്ലെങ്കിൽ ഒരു മോഡലോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു തത്വചിന്തയാണ്. The basic tenet of this Japanese approach is that managers and workers should work together as partners. But ഈ ഒരു ജാപ്പനീസ് ജാപ്പനീസ് തിയറി ഓഫ് അപ്രോച്ചിന്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എല്ലാ തിയറീസും ഒരുപാട് വരച്ചു വാരി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മെയിൻ ആയിട്ട് വരുന്ന കണ്ടന്റ് മാത്രം നോക്കാം. ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറയുന്ന പോയിന്റ്സിനാണ് കേട്ടോ. The basic tenet of the Japanese approach is that managers and workers should work together as a partners. ഇവിടെ നമുക്കറിയാം ഇപ്പോഴത്തെ മിക്ക സ്ഥാപനങ്ങളും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സ്ഥാപനം വന്നില്ല ചിലപ്പോൾ അതിൽ 1-2 പാർട്ട്നേഴ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ അങ്ങനെയല്ലേ? അല്ലാതെ ഒരാള് ഹെഡായിട്ടിരിക്കുന്നു, അവരുടെ കീഴിൽ ഒരുപാട് പേരെ നിർത്തി അവർ ജോലി ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പുതിയ ഷോപ്പുകൾ വന്നാലും 1-2 മാനേജേഴ്സ് ഉണ്ടാവും. ഈ പാർട്ട്നേഴ്സ് എന്നാ പറയുന്നത് അല്ലെ, മാനേജേഴ്സ് ഒന്നും അല്ല അവർ പറയുന്നത്. ഞങ്ങൾ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ പാർട്ട്നേഴ്സ് ആണ് എന്നല്ല പറയാറ്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് അവിടെ ഈ ഒരു ജാപ്പനീസ് മെത്തേഡ് ഓഫ് അപ്രോച്ചിലെ ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇവിടെ മാനേജേഴ്സും വർക്കേഴ്സും എങ്ങനെയാണ് പരസ്പരം വർക്ക് ചെയ്യുന്നത്? പാർട്ട്നേഴ്സ് ആയിട്ടാണ്, പങ്കാളികളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് സിൻസ് ബോത്ത് ഓഫ് ദം സീ ദംസെൽവ്സ് ആസ് വൺ ഗ്രൂപ്പ്, രണ്ട് കൂട്ടരും ഒരു മാനേജർ എന്നൊരു നിലയിൽ കാണുന്നില്ല, ഒരു വർക്കർ എന്ന നിലയിൽ കാണുന്നില്ല. അവരൊരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് ഒരൊറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അവര് രണ്ടുപേരും എന്താണ് ആ ഒരു സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. Then all members are committed and motivated to work in the best interest of the organization. അങ്ങനെയാവുമ്പോ നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ പാർട്ട്ണറായി അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ പാർട്ട്ണർ ആവുമ്പോഴാണോ നന്നായിട്ട് ചെയ്യുക, അതോ ഒരു ജോലിക്കാരനായി നിൽക്കുമ്പോഴാണോ നന്നായിട്ട് വർക്ക് ചെയ്യുക? പാർട്ട്ണറായി നിൽക്കുമ്പോഴായിരിക്കും അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു കമ്പനിയുടെ ഷെയർ നമുക്കും കൂടി കിട്ടുന്നത് കൊണ്ടാണ് അല്ലെ. അതുകൊണ്ടല്ലേ നമ്മൾ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന് ഒരു ബെനിഫിറ്റ് വേണമല്ലോ നമുക്ക് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു കമ്പനിയുടെ പാർട്ട്ണർ ആവുക എന്ന് പറഞ്ഞാല് നമുക്കും
ഈ കമ്പനിയുടെ ഒരു ഷെയർ ഓണർ ആണ് നമ്മൾ, അല്ലെ? നമുക്കും അതിന്റെ വിഹിതം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം നമുക്ക് നല്ല ഷെയർ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അപ്പൊ ഈ പറയുന്ന ഈ ഒരു തിയറി പ്രകാരം ഈ പറയുന്ന ഒരു മാനേജറോ എംപ്ലോയിയോ ഇല്ല, അവിടെ വർക്കറോ ഒന്നുമില്ല. അവിടെ അവർ എംപ്ലോയി എന്ന് പറഞ്ഞ ടേമോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നില്ല. മറിച്ച് ഒരു ടീം ലീഡർ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ലീഡർ, അല്ലെങ്കിൽ ആ ഒരു കോച്ച്, ഇങ്ങനെയൊക്കെയുള്ള ടേമുകളിലാണ് ഇവർ അറിയപ്പെടുക. അല്ലാതെ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു മാനേജർ, മുതലാളി, അങ്ങനെയുള്ള പേരുകളൊന്നും ഇവരിവിടെ യൂസ് ചെയ്യില്ല. ഇവരെന്ത് ചെയ്യുന്നു? ആ കമ്പനിയുടെ അല്ലെങ്കിൽ അവരുടെ ആ ഓർഗനൈസേഷന്റെ ഏറ്റവും നല്ല താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവര് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദ കമ്പനി നോക്കിയെടുത്തത് ഫുള്ളും വായിച്ചിട്ടില്ല മിസ്. Since both of them see themselves as one group, എല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. All members are committed and motivated. അവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരുപോലെ ഇതിൽ പ്രതിജ്ഞാബദ്ധരാകുന്നു, അതുപോലെ തന്നെ മോട്ടിവേറ്റഡ് ആവുന്നു. നമ്മുടെ സ്ഥാപനമാണ്, എന്റെ സ്ഥാപനമാണെന്നൊരു ചിന്ത വരും, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും? ആ ഒരു സ്ഥാപനത്തിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിനനുസരിച്ച് വർക്ക് ചെയ്യും. Then no one is called an employee. ഇവിടെ ഒരാളെയും നമ്മുടെ എംപ്ലോയി അല്ലെങ്കിൽ തൊഴിലാളി എന്ന് വിളിക്കുന്നില്ല. Instead, everyone is team member. എല്ലാവരും ടീം അംഗങ്ങളാണ്, അല്ലെങ്കിൽ ടീം ലീഡർ ആണ്, അല്ലെങ്കിൽ കോച്ച് ആണ്. And everyone owns a share of the company. എല്ലാവർക്കും ആ ഒരു കമ്പനിയുടെ ഷെയറും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ അത്? ലൈക്ക് ഗോൾ സെറ്റിംഗ് തിയറി, അതായത് ഗോൾ സെറ്റിംഗ് തിയറി പോലെ തന്നെ ഈ ജാപ്പനീസ് അപ്രോച്ച് ഈസ് ലൈക്ലി ടു ബിക്കം മോർ കോമൺ ഇൻ ബിസിനസസ് ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പൊ ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറി പോലെ തന്നെ ഈ ജാപ്പനീസ് അപ്രോച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ലോകമെമ്പാടും ബിസിനസ്സുകളിൽ ഈ ഒരു അപ്രോച്ച് സാധാരണമാകാനായിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആകാൻ, കോമണൈസ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പൂർണ്ണമായിട്ടും എല്ലായിടത്തും ഇത് തിയറി വന്നിട്ടില്ലെങ്കിൽ കൂടി ഇത് കുറച്ചും കൂടി കോമൺ ആവാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളൊരു തിയറിയാണ് നമ്മുടെ ഗോൾ സെറ്റിംഗ് തിയറി പോലെ. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്റഗ്രേഷൻ ഓഫ് മോട്ടിവേഷൻ തിയറീസ്. അപ്പൊ ഈ തിയറീസിന്റെ ഒക്കെ മോട്ടിവേഷൻ തിയറി, ഒരുപാട് മോട്ടിവേഷൻ തിയറീസ് നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനം. മോർ തിയറീസ് ആഡ് കോംപ്ലക്സിറ്റി ടു അവർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഒരുപാട് തിയറീസ് നമ്മളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ധാരണയിൽ ഒരു സങ്കീർണത സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ പറയുന്ന ഒരുപാട് തിയറി കേട്ടപ്പോ നിങ്ങൾക്കൊരു എന്താണ് ഒരു കോംപ്ലക്സിറ്റി തോന്നുന്നില്ലേ? ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? അതുപോലെ സം ഓഫ് ദീസ് തിയറീസ് ആർ കമ്പാറ്റബിൾ ആൻഡ് സം ആർ നോട്ട്. ഇതിൽ ചില തിയറീസ് നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെ? നമുക്ക് എന്താണ് ചിലത് നമുക്ക് പൊരുത്തപ്പെടുന്നവയാണ് അല്ലെങ്കിൽ നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നവയാണ്, ചിലത് അല്ലാതാണ്, അല്ലെ? നമുക്ക് എല്ലാ തിയറിയും ചിലപ്പോൾ നമ്മുടെ ഓരോ ഇടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്ഥാപനങ്ങൾ അനുസരിച്ച് കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെ? നമുക്ക് ഓൾറെഡി നമുക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നവയുണ്ട്, അല്ലാത്തവയുണ്ട്. The real challenge of the researcher is to integrate all or at least some of this together so that their inter-relationship are established. അപ്പൊ നമുക്കറിയാം ഈ തിയറി എല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്? മോട്ടിവേഷനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്, അല്ലെ? ഈ മോട്ടിവേഷനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ തിയറീസിന്റെയും ഒരു റിയൽ ചലഞ്ച്, അതായത് റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു റിയൽ ചലഞ്ച് ആണ് ഈ പറയുന്ന എല്ലാ തിയറീസിന്റെയും സംയോജനം, അല്ലെങ്കിൽ അതിലെ കുറച്ച് തിയറീസിന്റെ മാത്രം ഒരു സംയോജനത്തിനാല് നമുക്കറിയാം ഈ തിയറി എല്ലാം ചില തിയറീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ബന്ധപ്പെട്ട് കിടക്കുമായിരിക്കും,
അല്ലെ? ചില തിയറീസ് വായിച്ചപ്പോ ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി പോലെ ഫീൽ ചെയ്യാം. ചിലത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബന്ധം ഉണ്ടായിട്ട് കിടക്കുന്നതാണല്ലോ, ഒരു പരസ്പര ബന്ധമൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പൊ അങ്ങനെയുള്ള തിയറീസ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനും അത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന തിയറീസ് ഇന്റഗ്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ മൊത്തത്തിലുള്ള തിയറീസ് സംയോജിപ്പിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കുറച്ച് തിയറീസ് മാത്രം ചിലപ്പോൾ എന്ത് ചെയ്ത് വരും, ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. So this will also improve the understanding of motivation. ഇങ്ങനെ തിയറീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത് തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ അല്ലെ ഇംപ്രൂവ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷനെ കുറിച്ചുള്ള ആ ഒരു ധാരണ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നില്ലേ? ഈ ഓരോ തിയറി പഠിക്കുമ്പോഴും എങ്ങനെ മോട്ടിവേറ്റഡ് ആക്കണം, ഓരോ ആളുകളും ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് മോട്ടിവേഷൻ കൊടുക്കണം, ഈ ഒരു ധാരണ നമുക്ക് ഈ തിയറീസിലൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. So second attempts are made in the USA and elsewhere. However, it has not standardized or obtained wide approval or acceptance. ഈ ഒരു തിയറീസിന്റെ ഒരു സംയോജനം, കാരണം ഇത് ഓരോരോ തിയറി ആയിട്ടായിരിക്കുന്നത്, ഇതെല്ലാം കൂടി സംയോജിപ്പിച്ച ഒരു ഒറ്റ തിയറി ആക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലെ? ആ ഒരു റിസർച്ചേഴ്സിന് അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്, കാരണം അതിന്റെ പരസ്പരമുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കണം, അതെങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നതുകൊണ്ട് പല പല ശ്രമങ്ങളും USA-യിലും മറ്റിടങ്ങളിലും നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഇത് സ്റ്റാൻഡർഡൈസ് ഒരു മാനദണ്ഡമാക്കിയോ അല്ലെങ്കിൽ അതൊരു അപ്രൂവൽ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കൃത്യമായിട്ടുള്ള ഒരു അംഗീകാരമോ സ്വീകാര്യതയോ ഒന്നും നേടിയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടുമില്ല. ജസ്റ്റ് അവിടെ ഇത്രയും മാത്രം മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഇന്റഗ്രേഷൻ നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മോട്ടിവേഷനെ കുറിച്ചുള്ള ഒരു ധാരണ നന്നായിട്ട് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഇത് ഇത്രയും ഭാഗം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. Then enhancing motivation in organization. ഒരു ഓർഗനൈസേഷനിൽ മോട്ടിവേഷനെ എന്തൊക്കെ രീതിയിൽ നമുക്ക് വർദ്ധിപ്പിക്കാം? The managers try to enhance the motivation of their employees can of course draw on any of the theories described above. അതായത് മാനേജേഴ്സിന് അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന മോട്ടിവേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ മുകളിൽ പറഞ്ഞ നമ്മൾ ഒരുപാട് തിയറി പറഞ്ഞില്ലേ മോട്ടിവേഷൻ അല്ലെ, ആ തിയറിയിൽ ഏത് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഏത് തിയറി ഉപയോഗിച്ചും അവർക്ക് ആ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. Then they may in practice adopt specific interventions derived from one or more theories, or they may influence motivation through the organization reward system. But ഇവർക്ക് ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന തിയറി ഒന്നോ രണ്ടോ തിയറികള് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, ഒരു തിയറി ആണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തിയറീസ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തിയറീസ് ഒരുമിച്ച് ചേർത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന എളുപ്പമാണ്, അതായത് ഇപ്പൊ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായിരിക്കില്ലല്ലോ അടുത്ത തിയറിയിൽ. അപ്പൊ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു തിയറിയുടെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ പ്രവർത്തികമാക്കാൻ പറ്റണമെന്നില്ല. അവരെന്ത് ചെയ്യുന്നു, ഒന്നോ രണ്ടോ തിയറീസ് എടുത്ത് അതിലുള്ള നമുക്ക് പ്രാക്ടിക്കബിൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തി അത് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു തിയറി തന്നെ ചിലപ്പോൾ നമുക്ക് ഫുള്ളും പ്രാക്ടിക്കലബിൾ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഒന്നോ രണ്ടോ മൂന്നോ തിയറികളും ഒരുമിച്ചെടുത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള രീതികൾ എന്താണ് അഡോപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള മെത്തേഡുകൾ ചൂസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. മനസ്സിലായോ? അത് and they may influence motivation through the organization's reward system. അല്ല എങ്കിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? റിവാർഡ് സിസ്റ്റത്തിലൂടെ അല്ലെ? ഏത് സ്ഥാപനത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ, മോട്ടിവേഷൻ ത്രൂ ദ ഓർഗനൈസേഷന്റെ റിവാർഡ് സംവിധാനം അല്ലെങ്കിൽ പ്രതിഫലം നൽകുന്ന സംവിധാനത്തിലൂടെയും ഈ പറയുന്ന മാനേജറിന് ആ എംപ്ലോയീസിനെ മോട്ടിവേഷൻ കൊടുക്കാം.
ഇനി നോക്കി, the organization can boost motivation through the following methods. ഈ താഴെ പറയുന്ന മെത്തേഡുകളിലൂടെയും ഒരു മോട്ടിവേഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട് ആ ഒരു ഓർഗനൈസേഷന് സാധിക്കും. എന്തൊക്കെ രീതികളാണ് എന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് ഹ്യൂമനൈസ് ദ വർക്ക് എൻവയോൺമെന്റ്. എന്താണ്? തൊഴിലന്തരീക്ഷം മാനുഷികമാക്കുക, അല്ലെ? അതെന്താ ഉദ്ദേശിക്കുന്ന ഒരു തൊഴിലന്തരീക്ഷം മാനുഷികമാക്കുക എന്നുള്ളത്? എന്താണ്? Respect the need to treat each employee as an individual. അല്ലെ? ഇപ്പൊ ചില തൊഴിൽ സ്ഥാപനങ്ങൾ ഒരുപാട് പരാതികൾ വരാറുണ്ട്, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓൺലൈൻ ആയിട്ടൊക്കെ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു ഇടയ്ക്ക് ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടില്ലേ? അവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും അവരെ കൊണ്ട് എന്താണ് ഭയങ്കര രീതിയിൽ പണിയെടുക്കുകയും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിർബന്ധമായിട്ടും ജോലി ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കുകയും കേട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ പറ്റി അങ്ങനെ കുറെ ന്യൂസുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയല്ല, അവരെ തൊഴിൽ ചെയ്യുന്ന അവരുടെ ആ ഒരു അന്തരീക്ഷം, അതെ, മെഷീൻ പോലെ, ഇത് ശരിയാണ്. അപ്പൊ നോക്കി, ഹ്യൂമനൈസ് ദ എൻവയോൺമെന്റ്, വർക്ക് എൻവയോൺമെന്റ്, തൊഴിൽ ചെയ്യുന്ന അന്തരീക്ഷം അവർ മാനുഷിക പരിഗണന കൊടുക്കുക, അല്ലെ? ഒരു മാനുഷികമാക്കുക. അവരൊരു ഓരോരുത്തരും ഓരോ വ്യക്തിത്വമുള്ളവരാണ്, ഒരു ഇൻഡിവിജ്വൽസ് ആണെന്ന് എന്ത് ചെയ്യുക, പരിഗണിക്കുകയും അതിനനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനവും കൊടുക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് മോട്ടിവേഷൻ കിട്ടും, അല്ലെ? അപ്പൊ നമ്മളെ നല്ല രീതിയിൽ നന്നായിട്ട് നമ്മളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന, നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പെക്ട് തരുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ ആ റെസ്പെക്ട് അവർ തരുന്ന അതിന്റെ ആ റെസ്പെക്ട് തന്നെ നമ്മൾ അവർക്കും കൊടുക്കും, അല്ലെ? ആ സ്ഥാപനത്തിനും കൊടുക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലൂടെ മോട്ടിവേറ്റഡ് ആവാം. ദെൻ പബ്ലിസൈസ് ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം കമ്പനി ഗോൾസ്. കമ്പനിയുടെ ഷോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിസൈസ് ചെയ്യുക അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുകയും എൻകറേജ് എ പേഴ്സണൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഗോൾ സെറ്റിംഗ്. അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളതായിക്കോട്ടെ ഡിപ്പാർട്ട്മെന്റൽ വകുപ്പ് തലത്തിലുള്ള ഗോൾ സെറ്റിംഗുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ ഇതൊക്കെ ആ ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗോൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഗോൾ ആയിരിക്കും. അങ്ങനെയുള്ള ഗോളുകൾ, കാര്യങ്ങൾ, ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള എൻകറേജ്മെന്റ്, പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും നൽകിയായിരിക്കണം ആ ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ അവർക്ക് നമുക്ക് കൊടുക്കുന്ന പരിഗണനകളാണ്, മാനുഷികമായിട്ടുള്ള പരിഗണനകൾ. പ്രൊമോട്ട് ഫ്രം വിത്തിൻ. ഇനി എന്താണ് രണ്ടാമത്തെ കാര്യം? പ്രൊമോട്ട് ഫ്രം വിത്തിൻ എന്ന് വെച്ചാൽ എന്താ? ഉള്ളിൽ നിന്ന് തന്നെയുള്ള സ്ഥാനക്കയറ്റം, അല്ലെ? ഇപ്പൊ പ്രൊമോഷൻസ് കൊടുക്കാന്ന് പറയും, അല്ലെ? നമ്മള് പഠിച്ചതല്ലേ, നിങ്ങൾ HRM പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രൊമോഷൻസ് കൊടുക്കുന്നത്, അല്ലെ? അതായത് ആ സ്ഥാപനത്തിനുള്ളിലുള്ള ജീവനക്കാരിൽ നിന്നും മുകളിലേക്ക്, അല്ലെ? ഈ താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവര് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ ആരാണോ അവരെ നമ്മൾ പ്രൊമോഷൻ കൊടുത്ത് എന്ത് ചെയ്യുന്നു, ഉയരത്തിലേക്ക്, മറ്റൊരു ഉയർന്ന സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യുക, ഉയർത്തി കൊണ്ടുവരുന്ന ആളുകൾക്ക് ഗ്രേറ്റ് മോർ കുറയും, അല്ലെ? അവരുടെ ആ ഒരു മനോവീര്യം വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കുന്നുണ്ട്, അല്ലെ? ഞാൻ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റിയല്ലോ, അല്ലെ? ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവലും മനോവീര്യമൊക്കെ കൂടും, അല്ലെ? ആൻഡ് സിംപ്ലിഫൈസ് ഹയറിംഗ് പ്രൊസീജിയർ. അവർക്ക് ആ ഒരു ഹയറിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ നിയമനപരമായിട്ടുള്ള ആ ഒരു നടപടികള് ലളിതമാക്കാൻ പറ്റില്ലേ, അല്ലെ? കാരണം ഓൾറെഡി ഉള്ള സ്റ്റാഫുകളിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പുറമേ നിന്ന് റിക്രൂട്ട്മെന്റോ കാര്യങ്ങളോ നടത്തുന്നില്ല. ആ ഉള്ള സ്റ്റാഫുകളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന സ്റ്റാഫുകളാണ്. അതിൽ ഏറ്റവും മികച്ചത് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? അത് കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാവുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ഹയറിംഗ് പ്രോസസ്സിനെയും ഇത് ലളിതമാക്കും. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് യൂസ് ഇൻസെന്റീവ് പ്രോഗ്രാം. നമുക്കറിയാം, ഇപ്പൊ ഓരോ സ്ഥാപനങ്ങളിലും നമുക്ക് ശമ്പളത്തിന് പുറമെ ഇൻസെന്റീവുകൾ കിട്ടാറുണ്ട്, അല്ലെ? ഇല്ലേ? ഇൻസെന്റീവ് കിട്ടൂലേ? അപ്പൊ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് നമുക്ക് ഇൻസെന്റീവ് കിട്ടുക, അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ചും ഈ സെയിൽസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഒത്തിരി ഇൻസെന്റീവുകൾ കിട്ടുന്നത്, അല്ലെ? ഓവർ ടൈം കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ സെയിൽസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ വീട്ടില് നന്നായിട്ട് ഇപ്പൊ ചിലവര് സെയിൽസിന് വന്നാൽ നമ്മളെ സാധനം എടുത്തു പോകും, അല്ലേ? അവരുടെ ആ ഒരു സംസാരത്തിലും നമ്മളത് എന്ത് ചെയ്യും, നമ്മളെ വീഴ്ത്തിക്കളയും, അല്ലെ? നമ്മൾ അത് എടുത്തു പോകും. അപ്പൊ അവർക്ക് എന്താണ്, ഓരോ പ്രൊഡക്റ്റ് വിറ്റാലും ഇത്ര രീതിയിലുള്ള കമ്മീഷൻ അല്ലെങ്കിൽ ഇത്ര രീതിയിലുള്ള ഇൻസെന്റീവുകളാണ് നമുക്ക് ശമ്പളത്തിന് പുറമേ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ പുതിയ പുതിയ രീതിയിൽ ഓരോരുത്തരെയും മനസ്സിലാക്കി ആശയവിനിമയം നടത്തി ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇൻസെന്റീവ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും,
ഇല്ലേ? ഇൻസെന്റീവ് കൂടുതലായിരിക്കും. അപ്പൊ ഓരോ മാസവും അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു ശമ്പളം ഉണ്ടാവും. അത് കൂടാതെ അവർക്കൊരു ഇൻസെന്റീവ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ ക്രിയേറ്റീവ് ഇനഫ്, എന്താണ്, നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ എങ്ങനെയാ, ഒരിക്കലും നമ്മുടെ അമ്മമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാല് അവരെ എങ്ങനെ കയ്യിലെടുക്കാം എന്ന് അവർക്കറിയാം, അല്ലെ? കൂടുതലും നമ്മളെക്കാൾ കൂടുതലും നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെയൊക്കെ അല്ലേ അവരെ കയ്യിലെടുക്കുന്നത്. അപ്പൊ അവരെങ്ങനെ കയ്യിലെടുക്കാം? ഓരോരുത്തരെയും കണ്ടാൽ അവർക്ക് അതിനനുസരിച്ച് സംസാരിക്കാൻ അറിയാം. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളായതുകൊണ്ടാണ് അവരെ അത് ആ പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നത്, അല്ലെ? അങ്ങനെ വരുമ്പോ you won't have to rely on expensive financial bonuses. നമുക്കറിയാം ചിലപ്പോ മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോ, ഓണം ആവുമ്പോ, ക്രിസ്മസ് ആവുമ്പോ ഒക്കെ ബോണസുകൾ തരാറുണ്ട് സ്ഥാപനങ്ങൾ, അല്ലെ? ബോണസുകൾ ചില സ്ഥാപനങ്ങൾ തരാറുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒരു ബോണസ് ആശ്രയിക്കേണ്ടതായിട്ടൊരു കാര്യം വരുന്നില്ല. കാരണം എന്താണ്? ഇവർക്ക് ഓരോ മാസവും അതിനനുസരിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള ഇൻസെന്റീവും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പൊ അവർക്ക് ആ ഒരു 6 മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന ആ ഒരു ബോണസിനെ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? അതിൽ കൂടുതൽ പൈസ അവർക്ക് ഇൻസെന്റീവ് ആയിട്ട് ഓരോ മാസവും ലഭ്യമാകുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള അവർ എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് അവർക്ക് മാസം മാസം അവർക്ക് ഇൻസെന്റീവുകൾ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു മോട്ടിവേഷൻ ലെവല് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പോയിന്റ്, ആ 3 പോയിന്റ്സ് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കി, എസ്റ്റാബ്ലിഷ് അപ്രോപ്രിയേറ്റ് ഡെഡ്ലൈൻസ്. അതായത് ഉചിതമായിട്ടുള്ള ഒരു സമയപരിധി നിശ്ചയിക്കുക. അപ്പൊ എന്തൊരു റോൾ കൊടുത്താലും അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് കൊടുക്കണം, അല്ലെ? നോക്കി, എവരി പ്രൊജക്ട് ഷുഡ് ഹാവ് എ ഡെഡ്ലൈൻ. എല്ലാത്തിനും ഒരു സമയപരിധി ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു സമയപരിധി കൊടുക്കുമ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ മാക്സിമം എത്രയും വേഗം നമ്മൾ ചെയ്തു തീർക്കാനായിട്ടൊരു മോട്ടിവേഷൻ ആണ് അത് തരുന്നത്, അല്ലെ? എത്രയും വേഗം നമ്മൾ അത് ചെയ്തെടുക്കണം, ആ സമയപരിധിക്കുള്ളിൽ ചെയ്യണം എന്നാണുള്ളൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം അതിലൂടെ കിട്ടും. അടുത്തത് ബി ലിബറൽ വിത്ത് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രശംസ. നമ്മുടെ മാനേജേഴ്സ് ഒക്കെ നമ്മൾ പ്രശംസിക്കുക. അപ്പൊ നല്ല രീതിയിൽ ഒരു പ്രശംസ കാര്യത്തിൽ ഒരു ഉദാരത കാണിക്കുക. അപ്പൊ നന്നായിട്ട് പ്രശംസിക്കുക. അതായത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഓവർ പ്രൈസ് ആൻഡ് ഈസി ടു അണ്ടർ പ്രൈസ്, അല്ലെ? നമുക്ക് ആളുകളെ ഓവർ പ്രൈസ് അല്ലെങ്കിൽ അധികം പ്രശംസിക്കാനായിട്ട് സാധ്യമാണ്. നമുക്ക് അധികം പ്രശംസിക്കുന്നത് ഇഷ്ടമായിരിക്കില്ല, അല്ലെ? അതുപോലെ ഈസി ടു അണ്ടർ പ്രൈസ്, നമുക്ക് പ്രശംസിക്കാതെ അവരെ താഴേക്കും കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ പ്രശംസിക്കാതെ അവരെ നേരെ അണ്ടർ പ്രൈസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേസമയം ഇവർ നന്നായിട്ട് വർക്ക് ചെയ്താൽ അതിനനുസരിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള പ്രശംസകളും അംഗീകാരങ്ങളും കൊടുക്കുന്നതിലൂടെ അവരെ നല്ല രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ വർക്ക് ആൻഡ് ഇൻ യുവർ റിലേഷൻ വിത്ത് അതർ. ഇത് പറയുന്നത് മാനേജറിന്റെ കാര്യമാണ്. മാനേജർ എന്ത് ചെയ്യണം? അവരുടെ ജോലി വളരെ സ്ഥിരമായിട്ട് നല്ല രീതിയിൽ അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യണം. ആൻഡ് ഇൻ യുവർ റിലേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലും ആയിരിക്കണം. അപ്പൊ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മാനേജർ. നന്നായിട്ട് അവരുടെ വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു മാതൃകയാവുമല്ലേ, അല്ലെ? നമ്മുടെ എംപ്ലോയീസിനുള്ള ഒരു മാതൃകയാണ്. ഇവരെ പറയുന്ന കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അപ്പൊ അവരുടെ എംപ്ലോയീസ് കേൾക്കും, അല്ലെ? അല്ലെങ്കിൽ ആ എംപ്ലോയീസ് പറയില്ലേ, ഈ പറയുന്ന മാനേജർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നേ, അല്ലെ? അങ്ങനെയുള്ളൊരു കാര്യം വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ മാനേജർ വളരെ അതെ, ഓക്കെ. മാനേജർ എന്താണ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ് മിസ് പറയുന്നത്? മെസ്സേജുകൾ വരുന്നത് സിസ്റ്റത്തിന് എന്തോ ഇതാന്ന് തോന്നുന്നു.
ഓക്കെ, നമുക്ക് ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ വർക്ക് അല്ലെ. നമ്മുടെ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാനേജർ നന്നായിട്ട് വർക്ക് ചെയ്യുക, അവരെല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് ഒരു മാതൃക കാണിക്കുക. അടുത്തത് ഷോ എ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ ദ പീപ്പിൾ ഹു വർക്ക് ഫോർ യു. നമ്മൾക്ക് അതായത് മാനേജറിനോട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. ചില സ്ഥാപനം നന്നായിട്ട് ആത്മാർത്ഥതയോട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. അവരോട് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുക എന്ന് വെച്ചാല് റിലേഷൻസ് ആർ ഓൾവേസ് സ്മൂത്ത് ബിറ്റ്വീൻ ദോസ് ഹു നോ ഈച്ച് അതർ ഓൺ എ പേഴ്സണൽ ബേസിസ്. അപ്പൊ നമുക്ക് എപ്പോഴും നല്ലൊരു റിലേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എങ്ങനെയാ? പേഴ്സണൽ ബേസിസ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു റിലേഷൻ ആവുമ്പോഴാണ് അല്ലെ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു റിലേഷൻ ആവും, അത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോകും. ആൻഡ് ബെറ്റർ ആൻഡ് ദാറ്റ് between people who merely want something from each other. അല്ലാതെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ മറ്റ് രണ്ടു കൂട്ടരും നമ്മൾ പരസ്പരം വ്യക്തിപരമായി അറിഞ്ഞുകൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരെയും മനസ്സിലാക്കാനും അവരെ അറിയാനും അവർക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യവും അവരോട് ഈ ഒരു മാനേജർ കാണിക്കുക. അതിലൂടെ നമുക്ക് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തോന്നും. അടുത്തത് അഡ്മിറ്റ് മിസ്റ്റേക്ക്. ഒരു മാനേജർ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കാം, അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അംഗീകരിക്കുക. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് അംഗീകരിക്കുമ്പോൾ ആളുകൾ അവരെ എന്ത് ചെയ്യും? റെസ്പെക്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ. അവരെ ബഹുമാനിക്കും, കാരണം അദ്ദേഹം ആ ഒരു തെറ്റേക്ക് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ചെയ്തല്ലോ, റെസ്പെക്ട് കൊടുക്കും. അപ്പൊ അവരുടെ എംപ്ലോയീസ് ഇത് കണ്ട് തന്നെയല്ലേ പഠിക്കുന്നത് അല്ലെ. അവരും എന്ത് ചെയ്യും? ലെസ് ലൈക്ലി ടു ഹൈഡ് ദെയർ ഓൺ മിസ്റ്റേക്ക്. അവർക്കും ഒരു മിസ്റ്റേക്ക് വന്നാൽ അവരത് ഒളിച്ചു വെക്കാതിരിക്കും അല്ലെ. എനിക്കും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സാർ, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ? സോറി പറയുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അത് ആ ഒരു മാനേജറാണ് അതിനുള്ള മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. ലാസ്റ്റ് പറയുന്നത് ഡോണ്ട് വൈറ്റ് വാഷ് അൺപ്ലസന്റ് അസൈൻമെന്റ്സ് എന്ന് വെച്ചാല് നമ്മൾ എന്താ ഒരു അസാധാരണമായിട്ട് രീതിയിൽ എന്തൊരു കാര്യമായിക്കോട്ടെ അതിനെ വൈറ്റ് വാഷ് ചെയ്തെന്ന് എന്താ നമ്മൾ പറയുന്നത്? വെളിയാഘോഷരുത് എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ജോലികളും അതായത് പ്രിപ്പയർ സബോർഡിനേറ്റ് ഫോർ ദ വെൽ ഇൻ അഡ്വാൻസ് ആൻഡ് ഓഫർ വാട്ട് സപ്പോർട്ട് യു ക്യാൻ. അതായത് ഇപ്പൊ ചില ടാസ്കുകൾ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് തുറന്നു പറയണം അല്ലെ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമായിരിക്കും എന്ന രീതിയിൽ അത് മൂടി വെക്കരുത് അല്ലെങ്കിൽ വെള്ളപൂശയോ ചെയ്യരുത്. അതുപോലെ ചിലപ്പോൾ ചില തെറ്റുകൾ സംഭവിച്ചേക്കാം നമ്മൾ ചെയ്തതിന്റെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ല. പ്രിപ്പയർ സബോർഡിനേറ്റ്സ് ഫോർ ദം. ഇവർക്കൊരു ഡിഫിക്കൽട്ട് ടാസ്ക് കിട്ടിയാലോ എന്ത് ജോലിയുമായി ബന്ധപ്പെട്ട് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിലോ അതിനു വേണ്ടി അവർ സബോർഡിനേറ്റിനെ പ്രിപ്പയർ ചെയ്ത് നിർത്തണം വെൽ ഇൻ അഡ്വാൻസ്. കൂടി തന്നെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരെ അതിനു വേണ്ടി സജ്ജമാക്കുകയും ഓഫർ വാട്ട് സപ്പോർട്ട് യു ക്യാൻ. നമുക്ക് എന്ത് സപ്പോർട്ടുകൾ നൽകാൻ കഴിയുമോ അതിനനുസരിച്ചുള്ള സപ്പോർട്ടുകളും അവർക്ക് കൊടുത്ത് നല്ല രീതിയിൽ ആ ഒരു ഡിഫിക്കൽട്ട് ടാസ്കുകളെ ചെയ്ത് തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ തെറ്റുകൾ വന്നാൽ അത് മൂടി വെക്കാനോ അതിനെ വെള്ളപൂശാനോ ശ്രമിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ നിലനില്ല. ആ ഓർഗനൈസേഷൻ അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വഴികളാണ്. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ദിവസം ക്ലാസ് ഉണ്ടാവും, അതിന് സ്റ്റാർട്ട് ചെയ്യും. കാരണം അത് ഒരുമിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലും അതിനുള്ള ടൈം കിട്ടില്ല. കാരണം നമുക്ക് ഓൾറെഡി ഇപ്പൊ ഓൾറെഡി 26 ആയില്ലേ, 4 minutes കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ അത്രയും വരെ നിർത്താം കേട്ടോ. അടുത്ത ക്ലാസ്സില് നാളെ മാം ആയിരിക്കില്ല, മിക്കവാറും വാഹിദ മാം ആയിരിക്കും കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. വാഹിദ മാം ആയിരിക്കും. മിസ്സിന്റെ ക്ലാസ് ഇന്നും കൂടി ഉള്ളൂ കേട്ടോ, ഇന്നുകൂടി ഉള്ളൂ. അപ്പൊ നമുക്ക് PG ആയിരുന്നു. ഇപ്പൊ നമ്മള് ഓൾറെഡി ഡിപ്ലോമ കഴിഞ്ഞിട്ട് വന്നവരാണ്. PG അത്യാവശ്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അല്ലെ. ചില ഭാഗങ്ങൾ മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് അല്ലെ. അല്ലാതെ അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്. മിസ്സിന് തോന്നുന്നത് അത്രയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യാലോ. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത അതുപോലെ പുതിയ പുതിയ സ്ഥാപനങ്ങളിൽ അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു എക്സാം എഴുതി നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അവിടെ വീട്ടിലൊന്ന് വെറുതെ അത് വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അതൊക്കെ എന്ത് ചെയ്യുക? ഉടനെ തന്നെ ഓരോ ഹോസ്പിറ്റൽസിലും വേക്കൻസി കാര്യങ്ങൾ വരുന്നത് അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അല്ലാതെ നമ്മൾ ഒരാളിലും നമുക്ക് ആരും ജോലി കൊണ്ട് തരാനൊന്നും പോയില്ല അല്ലെ.
അപ്പൊ നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെയാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ട് അത് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, അതല്ലല്ലോ നമ്മളിത് പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നല്ല രീതിയിൽ അത് അന്വേഷിക്കുക. പുതിയ പുതിയ ജോലികൾ എവിടെയാണോ വേക്കൻസി വരുന്നത് അതൊക്കെ അന്വേഷിച്ച് അതിനനുസരിച്ച് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. അതുപോലെ അപ്ലൈ ചെയ്ത് ഏതൊരു ഇന്റർവ്യൂ വന്നാലും ഇതൊക്കെ അറ്റൻഡ് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു എക്സ്പീരിയൻസ് ആണ്, അടുത്തൊരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ 1-2 ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും അപ്പോയിന്റ്മെന്റ് കിട്ടും. ചിലപ്പോൾ ഒരു അപ്രന്റീസ്ഷിപ്പ് ഒരു ട്രെയിനിങ് പോലെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടാം. എന്നാലും നിങ്ങൾ അത് എന്ത് ചെയ്യണം, പോവാൻ ശ്രമിക്കണം കേട്ടോ. ചിലപ്പോൾ സാലറി ഒന്നും ആദ്യം തന്നെ നല്ല രീതിയിൽ ഒരു ഫ്രഷർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അധികം സാലറി ഒന്നും പ്രതീക്ഷിക്കരുത്. അത് ആദ്യമേ പറയുന്നത് നിങ്ങൾ പോയി കഴിയുമ്പോൾ അയ്യോ എനിക്ക് ഇത്ര സാലറി കിട്ടാത്തത് ഞാൻ പോയില്ല എന്ന് പറയരുത്. കാരണം അവർ ചെയ്യുന്നത് നമ്മുടെ ട്രെയിനിങ് എടുക്കും, അതിനുശേഷം നമ്മുടെ ട്രെയിനിങ്ങിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് ഓരോരോ രീതിയിലേക്ക് നമ്മുടെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കൂട്ടി കൊണ്ടുവരുള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അതിനനുസരിച്ച് എവിടെയെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യുക, നല്ല പൊസിഷൻസിലേക്ക് കയറാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ജോലിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മാനേജേഴ്സിന്റെ നമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പൊ നമുക്കും സന്തോഷമാണ്, കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണ് ഇങ്ങനെ ഗവൺമെന്റ് പൊസിഷനിൽ ഇന്ന ഹോസ്പിറ്റലുകളിലുണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. കുറച്ചു പേരൊക്കെ മിസ് കണ്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഓൾറെഡി നിങ്ങൾ കോൺവെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചു പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ലാത്തവരെയൊക്കെ ഇനി എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കാണാം, അല്ല എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ കാണുവാണെങ്കിൽ സന്തോഷം. കാരണം ദൂരെയുള്ളവരാണ് ഒത്തിരി പേര് അല്ലെ. ഇപ്പൊ കാസർഗോഡ് മുതൽ ഇനി അറ്റം വരെയുള്ള ആളുകളുണ്ട്. എല്ലാവരെയും ഒന്നും നമുക്ക് നേരിട്ട് കാണാനുള്ള ചാൻസ് ഒന്നും ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ സന്തോഷം, എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇത്രയും നാള് എല്ലാവരുമായിട്ട് മുന്നോട്ട് പോയതിൽ ഭയങ്കര സന്തോഷം. നല്ല കുട്ടികളാണ്. ഞാൻ എപ്പോഴും പറയും 7th ബാച്ച് മുതലുള്ള കുട്ടികൾ, 5th ബാച്ച് മുതലുള്ള കുട്ടികളുണ്ട് അല്ലെ. 5th 6th 7th ഇപ്പൊ പുതിയ പിള്ളേരൊക്കെ കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊന്നും നമ്മുടെ ക്ലാസ്സിലധികം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അധികം പരിചയമില്ല. ആക്റ്റീവായിട്ടുള്ള ഒത്തിരി പേരെ നമുക്കറിയാം, ഒരുപാട് പേരെ നമുക്ക് ആ ഒരു പേര് കൊണ്ട് തന്നെ നമുക്കറിയാം, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന്റെയും കോൺവെക്കേഷൻ സെറമണി ഉണ്ടാവില്ലേ മാഡം? കോൺവെക്കേഷൻ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അത് അന്നേരം ആ സമയത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് തീരുമാനിക്കുക. നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാട്ടോ. റിവിഷൻ ഉണ്ടാവോ മാം? റിവിഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് തീർത്ത് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരാനായിരിക്കും സാധ്യതയുണ്ടാവുക കേട്ടോ. അപ്പൊ നാളെയും കൂടെ ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലേ മാം? അതോടുകൂടി കഴിയുണ്ടാവും. ഉണ്ടാവും, ഈ ഒരു ഭാഗത്തിന്റെ കണ്ടിന്യൂവേഷൻ നാളെ ഉണ്ടാവും. അതോടുകൂടി നിങ്ങളുടെ പോർഷൻസ് തീരുകയല്ലേ, വേറെ പോർഷൻസ് എടുക്കാനില്ലല്ലോ, എല്ലാ ചാപ്റ്റേഴ്സും അല്ലേ. പിന്നെ ദിവസങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അത്രയും ദിവസം കൂടി സ്റ്റഡി ലീവ് തരുമല്ലോ, ഇതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. Thank you, ma'am. Thank you, ma'am.